ചെന്നൈ നഗരത്തിൽ വെള്ളക്കെട്ട് രൂക്ഷം. ചെന്നൈയിൽ റെയിൽവേ ട്രാക്കിൽ വെള്ളം കയറി സെൻട്രലിലേക്കുള്ള ട്രെയിനുകൾ വൈകുകയാണ്. അതേസമയം ഫെംഗൽ ചുഴലിക്കാറ്റ് ഇന്ന് കരതൊടും. ഉച്ചയ്ക്ക് ശേഷം കരതൊടുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന വിവരം. സ്ഥലത്ത് ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. വിവരങ്ങൾ മേഘ പി പണിക്കർ നൽകും. മേഘ, അങ്ങനെ തമിഴ്നാട്ടിൽ ആഞ്ഞു വീശുകയാണ് ചുഴലിക്കാറ്റ്. ചെന്നൈ നഗരത്തിലെല്ലാം വെള്ളക്കെട്ട് രൂക്ഷമായ ഒരു സ്ഥിതി തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിവിധ സ്ഥലങ്ങളിലെല്ലാം വെള്ളം കയറി. വലിയ തരത്തിലുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറപ്പെടുവിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ? അക്ഷയ, ആശങ്ക വേണ്ട എന്നുള്ളൊരു വിവരമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമാണ് കര തൊടുന്നതോടെ ഫിഞ്ചാൽ ദുർബലമാകുമെന്നുള്ളൊരു മുന്നറിയിപ്പ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. കാരക്കലിനും മഹാബലിപുരത്തിനും ഇടയിലാകും ഈ ഫിഞ്ചാൽ കര തൊടുന്നതോടെ ഫിഞ്ചാൽ ദുർബലമാകുമെന്നാണ് ഇപ്പോൾ അറിയാൻ കിട്ടിയിരിക്കുന്നത് ഏറ്റവും ഒടുവിലത്തെ പുതിയ വിവരം. അതേസമയം ചെന്നൈ നഗരത്തിൽ വെള്ളക്കെട്ട് രൂക്ഷമായി തന്നെയാണ് തുടരുന്നത്. ഇപ്പോൾ നിലവിൽ ചുഴലിക്കാറ്റ് 100 കിലോമീറ്റർ കിഴക്കും ചെന്നൈയിൽ നിന്ന് 110 കിലോമീറ്റർ കിഴക്കും തെക്ക് കിഴക്കുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ചെന്നൈ വിമാനത്താവളം ഉച്ചയ്ക്ക് 12 മണി മുതൽ 7 വരെ താൽക്കാലികമായി ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. റൺവേയിൽ മുഴുവൻ വെള്ളം കയറിയ ഒരു സ്ഥിതിയാണ്. മുൻപ് തന്നെ ഇൻഡിഗോ വിമാനമടക്കമുള്ള വിമാന സർവീസുകളെല്ലാം തന്നെ നിർത്തിയിരുന്നു. കനത്ത ചുഴലിക്കാറ്റിന്റെ ഒരു ഭയത്താലായിരുന്നു വിമാന സർവീസുകളെല്ലാം തന്നെ നിർത്തുകയും പലതും വഴിതിരിച്ചു വിടുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ചെന്നൈയിലെ റെയിൽവേ ട്രാക്കിൽ വെള്ളം കയറിയിരിക്കുകയാണ്. സെൻട്രലിലേക്കും ഉള്ള ട്രെയിനുകളെല്ലാം തന്നെ വൈകുകയാണ്. താമ്പരം സ്റ്റേഷനിലും വെള്ളം കയറിയിട്ടുണ്ട്. വെള്ളക്കെട്ട് രൂക്ഷമായി തന്നെ തുടരുന്ന ഒരു സ്ഥിതിയാണ്. ഏതായാലും ഫിഞ്ചാൽ ദുർബലമാകുമെന്ന് പറയുമ്പോഴും മഴ തുടരുന്നുണ്ട്. നേരത്തെ ഫെഞ്ചാൽ ചുഴലിക്കാറ്റിൽ കനത്ത മഴ തന്നെയായിരുന്നു പ്രവചിച്ചത്. ഈ പ്രവചനം ഇപ്പോഴും തുടരുന്നുണ്ട്. കനത്ത മഴ തന്നെയാണ് പ്രതീക്ഷിച്ചത്. തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ ചെന്നൈയിൽ 7-ലകത്തുള്ള കൺട്രോൾ റൂമിൽ പരിശോധന നടത്തിയിട്ടുണ്ട്. വടക്കെടുതി ബാധിത ജില്ലകളിലെ കളക്ടർമാരുമായി സ്റ്റാലിൻ വീഡിയോ കോൺഫറൻസ് നടത്തിയിട്ടുണ്ട്. അവിടുത്തെ അവസ്ഥയെല്ലാം തന്നെ അദ്ദേഹം ചോദിച്ചറിഞ്ഞു. ഈ പരിശോധനയിൽ മന്ത്രിമാരായ കെ.എസ്. രാമചന്ദ്രൻ, കെ.എൻ. നെഹ്റു, ചീഫ് സെക്രട്ടറി മുരുകാനന്ദം, പ്രിൻസിപ്പൽ സെക്രട്ടറി അമുദ, ചെന്നൈ കോർപ്പറേഷൻ മേയർ കുമാരഗുരുവർ, മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തിരുന്നു. സ്ഥലത്തെ സ്ഥിതിഗതികളെല്ലാം തന്നെ അദ്ദേഹം ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. എല്ലായിടത്തും വേണ്ടുന്ന മുൻകരുതലുകളെല്ലാം തന്നെ മുൻപ് തന്നെ നൽകിയിരുന്ന ഒരു അവസ്ഥയായിരുന്നു. സ്കൂളുകൾക്കും കോളേജുകൾക്കും എല്ലാം തന്നെ അവധിയാണ്. പ്രദേശത്തെല്ലാം തന്നെ റെഡ് അലേർട്ടുകളെല്ലാം തന്നെ കൃത്യമായി നൽകിയിട്ടുണ്ട്. ചുഴലിക്കാറ്റ് ജാഗ്രതയിൽ ചെന്നൈ, ചെങ്കൽപ്പെട്ട്, കാഞ്ചീപുരം, തിരുവള്ളൂർ, വിഴുപ്പുരം, കള്ളക്കുറിച്ചി, കടലൂർ ജില്ലകളിൽ റെഡ് അലേർട്ടാണ് തുടരുന്നത്. കടലൂർ മുതൽ ചെന്നൈ വരെയുള്ള തീരങ്ങളിൽ കടൽ പ്രക്ഷുബ്ധമാകുന്ന ഒരു സ്ഥിതിയിലേക്ക് കടക്കുമെന്ന് പറയുന്നുണ്ട്. ഇതിൽ ഫിഞ്ചാൽ ദുർബലമാകുമെന്നുള്ള ഒരു ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. പക്ഷെ എന്നിരുന്നാലും വീടുകളിൽ നിന്ന് പുറത്തിറങ്ങരുത് എന്നൊരു നിർദ്ദേശം ഇപ്പോഴും തുടരുന്നുണ്ട്. അത്യാവശ്യ സാധനങ്ങൾ വീട്ടിൽ ശേഖരിച്ച് വീട്ടിൽ തന്നെ തുടരണമെന്നാണ് പറയുന്നത്. ബീച്ചുകളിൽ ഈ ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട് തന്നെ മുന്നൊരുക്കങ്ങളെല്ലാം ദുരിതാശ്വാസ നടപടികളൊക്കെ തമിഴ്നാട് ആരംഭിച്ചു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്നു. അതിന്റെ ഒരു സ്ഥിതി എങ്ങനെയാണ്? അതുമായി ബന്ധപ്പെട്ട ദുരിതാശ്വാസ ക്യാമ്പുകൾ തയ്യാറാക്കണമെന്നും സർക്കാരുകൾ അറിയിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള പുരോഗമനം എങ്ങനെയാണ്? പക്ഷേ കൃത്യമായിട്ട് തന്നെയുള്ള ഒരു നിർദ്ദേശങ്ങളായിരുന്നു തമിഴ്നാട് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നൽകിക്കൊണ്ടിരുന്നത്. എം.കെ. സ്റ്റാലിൻ ഇപ്പോഴും വീഡിയോ കോൺഫറൻസ് വഴി തന്നെ കളക്ടർമാരുമായി അതേപോലെ തന്നെ മന്ത്രിമാരുമായി ചർച്ചകൾ കൃത്യമായി നടന്നു പോകുന്നുണ്ട്. ദുരിതാശ്വാസ കിറ്റുകളും അതേപോലെ തന്നെയുള്ള ദുരിതാശ്വാസ ക്യാമ്പുകളും കൃത്യമായിട്ട് തന്നെ സ്ഥലത്തെല്ലാം തന്നെ തുടങ്ങിയിട്ടുണ്ട്. വേണ്ടുന്ന സഹായം എല്ലാം തന്നെ കൃത്യമായി എത്തിക്കാൻ വേണ്ടി നമുക്കറിയാം. ചെന്നൈയെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രളയത്തെയൊക്കെ അതിജീവിച്ച ഒരു സ്ഥലമാണ്. അതിനാൽ തന്നെ കൃത്യമായി ദുരിതാശ്വാസ പ്രവർത്തനം എങ്ങനെയാണ് ഏകോപിപ്പിക്കേണ്ടത് എന്നുള്ളൊരു മുൻധാരണ സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനുണ്ട്. കൃത്യമായി തന്നെയാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. വ്യാഴാഴ്ച തന്നെ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. പക്ഷെ പിന്നീട് ഈ നിർദ്ദേശങ്ങൾ പിൻവലിക്കുകയും ശനിയാഴ്ചത്തേക്ക് നിർദ്ദേശങ്ങൾ വീണ്ടും പുനഃസ്ഥാപിക്കുകയുമായിരുന്നു ചെയ്തിരുന്നത്. കനത്ത മഴയ്ക്കൊപ്പം ഇടിമിന്നൽ ജാഗ്രതയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. കൃത്യമായ കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ നിർദ്ദേശവും ഈ നിർദ്ദേശങ്ങൾ പാലിച്ച് കൃത്യമായ രീതിയിൽ തന്നെയാണ് സർക്കാർ ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്നതും. ചുഴലിക്കാറ്റ് ജാഗ്രത ഇപ്പോഴും തുടരുകയാണ്. കടൽ തീരത്ത് പോകരുതെന്ന കർശന നിർദ്ദേശം നൽകുന്നുണ്ട്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലാണ് ശ്രീലങ്കയ്ക്ക് സമീപം ഫിഞ്ചാൽ രൂപപ്പെട്ടത്. ഉച്ചയ്ക്ക് ശേഷം, അതായത് വൈകുന്നേരത്തോടെ തന്നെ ഫിഞ്ചാൽ കരതൊടും. പക്ഷെ കരതൊടുമ്പോൾ ഫിഞ്ചാൽ ദുർബലമാകുമെന്നുള്ളൊരു വാർത്തയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. മേഘ, ഒരു കാര്യം കൂടെ, ഈ ഒരു മോശം കാലാവസ്ഥ തുടർന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇന്ന് രാഷ്ട്രപതിയുടെ വിവിധ പരിപാടികൾ അവിടെ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. അതിലെന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ?
അക്ഷയ, രാഷ്ട്രപതി 3 ദിവസത്തോളം ചെന്നൈയിൽ ഉണ്ടാകുമെന്നായിരുന്നു മുൻപ് അറിയിച്ചിരുന്നത്. ചില പരിപാടികളും സ്കൂളുകളുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളിലെല്ലാം തന്നെ പങ്കെടുക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ കാലാവസ്ഥ മോശമായതിനെ തുടർന്ന് പരിപാടികളെല്ലാം തന്നെ റദ്ദാക്കിയിട്ടിരിക്കുകയാണ്. പരിപാടികളിൽ ഒന്നും തന്നെ രാഷ്ട്രപതി പങ്കെടുക്കില്ല. ഇങ്ങനെ പല പരിപാടികളും മുൻ നിശ്ചയിച്ചിരുന്ന സർക്കാർ മറ്റു പരിപാടികളെല്ലാം തന്നെ ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ്. സ്ഥലത്ത് ജാഗ്രതാ നിർദ്ദേശം നിലവിൽ നിൽക്കുകയാണ്. അതേസമയം തന്നെ ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത നൽകുന്നുണ്ട്. ചിലപ്പോൾ ഈ ചുഴലിക്കാറ്റിന്റെ ഭാഗമായിട്ടായിരിക്കാം നിർദ്ദേശം നൽകിയത് എന്നൊരു അഭ്യൂഹം നിലനിൽക്കുന്നുണ്ട്. 6 ജില്ലകളിൽ ഇന്ന് കേരളത്തിൽ യെല്ലോ അലർട്ടാണ്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. തിങ്കളാഴ്ച വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. ചെന്നൈയിലെ മഴ ഇപ്പോഴും തുടരുന്നു എന്നുള്ളൊരു വാർത്ത ലഭ്യമാകുന്നുണ്ട്. വെള്ളക്കെട്ടാണ് ചെന്നൈയിൽ രൂക്ഷമാകുന്നത്. നഗരത്തിലെ പ്രധാന സ്ഥലങ്ങളിലെല്ലാം തന്നെ വെള്ളക്കെട്ടാണ്. ചെന്നൈയിലെ റെയിൽവേ ട്രാക്കിൽ വെള്ളം കയറിയിട്ടുണ്ട്. സെന്ററിലേക്കുള്ള ട്രെയിനുകൾ വൈകുകയാണ്. താമ്പരം സ്റ്റേഷനിലും വെള്ളം ഉണ്ട്. ഏതായാലും വെള്ളക്കെട്ട് ഇപ്പോൾ രൂക്ഷമായി തന്നെ ചെന്നൈയിൽ തുടരുകയാണ്. അക്ഷയ. ശരി, മേഘയാണ് വിവരങ്ങൾ നൽകിയത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.